വചനം വചനം ത്രിയേക ദൈവമാം വചനം വചനം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന 3 പാഠങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ പാഠം കരുതലാണ്. രണ്ടാമത്തെ പാഠം നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പാഠം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുക എന്നുള്ളതാണ്. നമുക്ക് ഒന്നാമത്തെ പാഠത്തിലേക്ക് പോവാം. കരുതലിൻ്റെ പാഠം. അമ്മ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം കരുതലാണ്. മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതൽ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഖാനായിലെ കല്യാണം തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ അത് മനസ്സിലാക്കി അവരുടെ ദുഃഖത്തിലേക്ക്, വേദനയിലേക്ക് അമ്മ കരുതലോടുകൂടി ഇറങ്ങിച്ചെല്ലുകയാണ്. മറ്റാരും ചോദിച്ചിട്ടല്ല, അറിഞ്ഞ് പ്രവർത്തിക്കുക നമ്മൾ പറയില്ലേ, അതാണ് അമ്മ ചെയ്തത്. കണ്ട് പ്രവർത്തിക്കുക എന്ന് നമ്മൾ പറയില്ലേ, അതാണ് അമ്മ ചെയ്തത്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ ബന്ധങ്ങളും ശരിയായി വളരുവാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ മാർഗം ഈ കരുതൽ തന്നെയാണ്. ഭാര്യാഭർത്തൃബന്ധമായാലും മറ്റു മനുഷ്യബന്ധങ്ങളായാലും നമ്മൾ മറ്റൊരാളുടെ ആഗ്രഹങ്ങൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാതെ തന്നെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുമ്പോൾ അത് കരുതലാണ്. ആ കരുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് ആദ്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. അത് യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് വേദനയുടെ ആ നിമിഷങ്ങളിൽ യേശു എന്താ ചെയ്തത്? യോഹന്നാനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയെ കാണിച്ചിട്ട് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ. അമ്മയെ വിളിച്ചുകൊണ്ട് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാ നിൻ്റെ മകൻ. അപ്പം മരണസമയത്ത് വേദനയുടെ കയത്തിലായിരുന്നപ്പോൾ പോലും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുകയും കരുതലോടെ കാണുകയും ചെയ്തവരാണ് യേശു. അപ്പം അമ്മയും മകനും നമ്മെ പഠിപ്പിക്കുന്നത് കരുതലിൻ്റെ ഒരു ജീവിതം നമ്മൾ നയിക്കണമെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നന്ദിയുള്ളവരായിരിക്കും. നന്ദിയുള്ളൊരു മനുഷ്യൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായിരിക്കും. ദൈവത്തിന് നന്ദി പറയുക, മറ്റുള്ളവർക്ക് നന്ദി പറയുക. കൊച്ചു കൊച്ചു കാര്യങ്ങളായാൽ പോലും നമുക്ക് കിട്ടുന്നത് അവർ വളരെ ഔദാര്യത്തോടുകൂടി നമുക്ക് നൽകുകയെന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ സ്നേഹത്തിന്, വാത്സല്യത്തിന്, കരുതലിലെല്ലാം നന്ദി പറയാൻ പഠിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതല്ലേ പരിശുദ്ധ അമ്മ സ്തോത്രഗീതം പാടുന്നത്? എത്ര മനോഹരമായിട്ടാണ് പാടുന്നത്! ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നന്ദിയോടുകൂടി ദൈവത്തെ പുകഴ്ത്തി, ദൈവത്തെ വലിയവനാക്കി, ശക്തനായവൻ എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് അമ്മ പാടുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്ദി പറയാൻ പഠിക്കുക എന്നുള്ള ആ പാഠം നമ്മൾ അനുവർത്തിക്കുന്നത് വളരെ നല്ലതാണ്. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന വ്യക്തികളായി തീരുക. ഒരിക്കലും ഒരു ശാപമാകരുത്. നമ്മുടെ സംസാരമോ പെരുമാറ്റമോ ജീവിതശൈലിയോ കൊണ്ട് ആർക്കും നമ്മുടെ ജീവിതം ഒരു ശാപമാകരുത്, മറിച്ച് അനുഗ്രഹമാകണം. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ല, തിടുക്കത്തിൽ പോയി എന്നാണ് പറയുന്നത്. എവിടേക്ക്? തൻ്റെ ഇളയമ്മയായ എലീശ പുണ്യവതിയെ കാണുന്നതിന് വേണ്ടി. അപ്പോൾ തനിക്ക് കിട്ടിയ അനുഗ്രഹം, തനിക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിനെ അമ്മ
പങ്കുവെച്ച് കൊടുക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ദൈവം തരുന്നതാണ്, ദൈവത്തിൻ്റെ സമ്മാനങ്ങളാണ്, ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. ആ ദാനങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്ക് പറയും. ചിലപ്പോൾ നമ്മൾ പറയുന്നൊരു നല്ല വാക്ക്, നമ്മൾ കൊടുക്കുന്നൊരു പുഞ്ചിരി, നമ്മൾ കൊടുക്കുന്നൊരു സ്പർശനം, നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം, ഇതൊക്കെ ദൈവത്തിൽ നമ്മൾ പിടിച്ചു പറ്റിയ ദാനങ്ങളാണ്. അത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജന്മദിന തിരുനാളിൽ നിങ്ങളെ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് വീണ്ടും ഞാൻ പറയുന്ന 3 കാര്യങ്ങൾ: 1 കരുതൽ, 2 നന്ദി, 3 അനുഗ്രഹം. ഹാപ്പി ഫീസ്റ്റ് ടു യു ഓൾ.